ചുറ്റോടിനോട് ചേർന്ന പൈപ്പിന്റെ മൂടാണ്. അപ്പൊ ഈ പൈപ്പിന്റെ മൂടും ഈ ഭാഗങ്ങളും ഒക്കെ എപ്പോഴും വെള്ളം നനവ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കും. അപ്പോൾ നിത്യം നമ്മളിങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കണം. അതിന് ഞാൻ പെട്ടെന്ന് കണ്ടെത്തിയ ഒരു ഉപാധിയാണിത്. 4 ചുറ്റും കട്ട വെച്ച് ഒരു ബെഡ് പോലെ ഉണ്ടാക്കിയെടുത്തു. തൂക്കുന്ന കരിയിലെല്ലാം പറക്കി ഇതിനകത്ത് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ തൂത്തപ്പോൾ ഇതിനകത്ത് മറ്റ് കരിയിലകളും എല്ലാം ഇതിനകത്ത് ഇട്ടു. അങ്ങനെ ഇതിൽ ഫില്ലായി വന്നപ്പോഴേക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് ഇതിനകത്ത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകവും എല്ലാം ഇട്ട് അതുപോലെ തന്നെ കുമ്മായം എല്ലാം ഇട്ട് ബെഡ് ഒരുക്കിയിട്ടിരിക്കുക. ഇനി ഇതിനകത്ത് ചീര കാണാം. പലരും ചോദിച്ചു എങ്ങനെയാണ് ചീര വിത്ത് പാവുക എന്ന്. തമ്മിൽ അടുത്ത് പോകുന്നു എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. അതിന് നമുക്ക് മണൽ എടുക്കുക, ഇതിലേക്ക് നമുക്ക് ചീര വിത്തിടാം. ആ ബെഡിനകത്ത് പാകാൻ ഇത്രയും വിത്ത് മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് നോക്കിയാൽ നിശ്ചിത അകലത്തിൽ നമുക്കിങ്ങനെ വിത്തുകൾ കാണാൻ പറ്റും. മുളപൊട്ടി വന്നു തുടങ്ങും. 2 ദിവസം നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് ഈ വിത്ത് ഇങ്ങനെ കൂടി പോകുന്നതിന്റെ കാരണം. ഒന്ന്, വിത്തിടുന്നതിൽ വരുന്ന പാളിച്ചയും, രണ്ടാമത് അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വരുന്ന പാളിച്ചയുമാണ് വിത്തുകൾ ഒരു സ്ഥലത്ത് കൂടി നിന്ന് കിളിച്ചു വരുന്നത്. ഇതുപോലെ സ്പ്രേ ചെയ്യുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം.